ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതായത് നിങ്ങളുടെ ചാനൽ നെയിം ഇപ്പോൾ പഴയ ചാനൽ നെയിമിലേക്ക് തന്നെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ചാനൽ നെയിം മാറ്റാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് എൻ്റെ മോൾ സാധാരണ ഗൂഗിൾ അല്ലെങ്കിൽ സിറി എല്ലാം യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഹൂ ഈസ് നിവേദ് ആക്കപ്പറമ്പിൽ എന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഗൂഗിളിൽ കാണുകയും അപ്പോൾ അത് കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, അച്ഛൻ്റെ ഈ ഒരു ചാനലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എന്നെല്ലാം. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ അടുത്ത് സെർച്ച് ചെയ്തപ്പോൾ ഈ ചാനൽ നെയിം മാറ്റിയത് കൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത്തരത്തിൽ ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. അതിനാൽ തന്നെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്മുടെ ചാനൽ നെയിം തന്നെ, അതായത് എൻ്റെ സ്വന്തം പേരിലുള്ള ചാനൽ നെയിം തന്നെ ആയിരിക്കട്ടെ എന്ന് കരുതി. അതിനാലാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു ചാനൽ നെയിം പഴയ ചാനൽ നെയിമിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നോക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ പ്രൊമോട്ട് ദിസ് ഷോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ വീഡിയോ എല്ലാം പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ഈ പ്രൊമോട്ട് ദിസ് വീഡിയോ എന്നൊരു ഓപ്ഷൻ എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഷോർട്സ് വീഡിയോയ്ക്ക് അധികം റീച്ച് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ജെന്യൂനായ രീതിയിൽ യൂട്യൂബ് തന്നെ നമുക്കൊരു ഫെസിലിറ്റി എല്ലാം തരുന്നുണ്ട്. അതാണ് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോട്ട് വീഡിയോ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് പേയ്മെൻ്റ് എല്ലാം സെലക്ട് ചെയ്ത്, അതുപോലെ നമുക്ക് വേണ്ട ഓഡിയൻസ്, ഇത് മലയാളീസ് ആണെങ്കിൽ മലയാളീസ്, അല്ലെങ്കിൽ ഇന്ത്യ, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കൺട്രിയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അവിടേക്കെല്ലാം ഈ ഒരു വീഡിയോ കൂടുതൽ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ പേയ്മെൻ്റ് എല്ലാം നൽകേണ്ടതുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇതിൽ ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഏത് രാജ്യത്തേക്കാണ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് ഈ ഒരു വീഡിയോ എല്ലാം കൂടുതലായി കാണിക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാനും, അതിനുശേഷം നിങ്ങൾക്കൊരു എമൗണ്ട് എല്ലാം സെലക്ട് ചെയ്ത്, ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ, ഇനി 3500 രൂപ, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഒരു എമൗണ്ട് എത്രയാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം അത്രയും സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ടിനുള്ള പ്രൊമോഷൻ എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറഞ്ഞവർക്കും, അതുപോലെ നിങ്ങളുടെ വീഡിയോയ്ക്ക് അധികം റീച്ച് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പ്രൊമോഷൻ ടെക്നിക്ക് എല്ലാം യൂസ് ചെയ്ത് നോക്കാം. ആദ്യമായി തന്നെ ചാനൽ തുടങ്ങുന്നവർ ഈ ഒരു ഫീച്ചർ ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല എന്നതാണ് ഞാൻ പറയുന്നത്. ഒരു വഴിയും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ഇത്തരത്തിൽ ഈ പേയ്മെൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം യൂട്യൂബിൽ തന്നെ ഈ ഒരു സൗകര്യമെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.